ഹായ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി പഞ്ചമി വ്ളോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മുടെ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഡ്യൂട്ടി കഴിഞ്ഞ ചേട്ടൻ എന്നെ എടുത്തിട്ട് നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ. പോണ വഴിയിൽ ഞാനൊരു പ്രത്യേകതരം വണ്ടി കണ്ടു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവാണ്. ഡ്രൈവർ ഇല്ലാണ്ട് വണ്ടി ഓടിക്കണ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. താഴെ കീപ് ഡിസ്റ്റൻസ്, ഡ്രൈവർലെസ് വെഹിക്കിൾ എന്നൊക്കെയും കണ്ടിട്ടുണ്ട്. എന്താണല്ലേ ഓരോരോ മറിമായങ്ങൾ. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അമ്മ നല്ല അടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിപ്പൊടി കൊണ്ട് അടി ഉണ്ടാക്കിയത് നമ്മുടെ വാഴയിലും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോയിൽ പേപ്പറിലാണ് അമ്മ ഒന്ന് പരീക്ഷ വയ്ക്കുന്നത്. പക്ഷേ സംഭവം ക്ലിക്കായി. അതിൻ്റെ ഇടയിൽ ഉണ്ണികൾക്ക് പാസ്ത കഴിക്കണം എന്നൊരു മോഹം പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് പാസ്ത മാത്രം ഉണ്ടാക്കി. ഓൾറെഡി നമ്മുടെ ഡിന്നറിക്കും കഴിഞ്ഞു. അതിൻ്റെ ഇടയിലാണ് അവർക്ക് പാസ്ത കഴിക്കണം എന്നുള്ളൊരു വാശി പിടിച്ചപ്പോൾ കുറച്ച് ഉണ്ടാക്കി അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി കൊടുത്തിട്ടോ. പിന്നെ നമ്മുടെ അപ്പച്ചട്ടി ഉണ്ടല്ലോ, അതൊന്നും മയമായിട്ടുണ്ട്. ഇന്നലെ അമ്മ പുള്ളിക്ക് ഇട്ടിട്ട് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? മുട്ടപ്പത്തിരി ആയിരുന്നു കേട്ടോ. മുട്ടപ്പത്തിരി ആദ്യം ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ മുട്ടപ്പത്തിരി ആദ്യത്തെ ഒരു ഇതെടുക്കുമ്പോൾ അടി പിടിക്കും, പിന്നത്തെ റെഡി ആവുള്ളൂ കേട്ടോ. പക്ഷെ നമ്മുടെ ചട്ടിയിൽ അടി പിടിച്ചില്ലെന്നേ. എന്തോ ഭാഗ്യം കൊണ്ട് ആദ്യത്തെ തവണയാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിലും എന്തോ അത് കറക്റ്റായിട്ടോ. എനിക്ക് തോന്നുന്നു ചട്ടി മയപ്പെടുത്തിയത് അടിപൊളിയായിട്ടുണ്ട്. ചട്ടി മയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തത് ഒന്നാമത്തെ ദിവസം കഞ്ഞളം ഒഴിച്ച് അതിങ്ങനെ വറ്റിച്ചെടുത്തു. പിന്നെ ചായല പൊടി ഇട്ടു. പിന്നെ പുളിവെള്ളത്തിൽ ഒന്ന് ചട്ടി മയപ്പെടുത്തി പുളിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് മുട്ടയുടെ തോടുണ്ടല്ലോ, അതിട്ടിട്ട് ഒന്ന് അതിലിങ്ങനെ പരട്ടി മുട്ടത്തോട്. അത് കഴിഞ്ഞപ്പോഴാണ് ചട്ടി സൂപ്പറായിട്ട് ഒന്നും അടി പിടിക്കാണ്ട് തന്നെ നമുക്ക് നല്ല മുട്ടപ്പത്തിരി ഉണ്ടാക്കി. മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ അമ്മ സൂപ്പറാണ് കേട്ടോ. അപ്പം അമ്മ ഇത് എങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എനിക്കറിയില്ല ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് മൈദ എടുത്തു. അതിലേക്ക് ഒരു മുട്ട, പിന്നെ 2 ടീസ്പൂൺ നമ്മുടെ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പിട്ടു. പിന്നെ നമ്മുടെ ദോശമാവിൻ്റെ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതേപോലെ ഫൈനായിട്ടൊരു തരി മറ്റേ മൈദയുടെ കട്ടിയൊന്നും പാടില്ല. ഫൈനായിട്ട് നമുക്ക് ഈ മാവ് എടുക്കുക. അതിനുശേഷം മൺചട്ടി നല്ല പോലെ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം പോളയ്ക്കും വരൂലേ നമ്മുടെ ഈ മൈദ ഇങ്ങനെ. അപ്പം ആ പോള വരുമ്പോൾ തീ കുറച്ചിടുക, എന്നിട്ട് മൂടി വെക്കുക. എന്നിട്ട് നല്ല ഒരു കനം കുറഞ്ഞായിട്ടുള്ള ഒരു തവി കൊണ്ട് എടുക്കുക കേട്ടോ. അതാണ് അമ്മ പറഞ്ഞു തന്നത്. മുട്ടപ്പത്തിരിയുടെ കൂടെ നാളികേരപ്പാലാണ് കേട്ടോ. ഏലക്കായ്ക്ക് ഇട്ടിട്ടുള്ള നാളികേരപ്പാലാണ് ഇതിൻ്റെ ഇതിന് ടേസ്റ്റ് കൂടുതൽ തരുന്നത്. അപ്പോൾ നമ്മൾ നാളികേരിക്കും ശരിക്ക് നാളികേരപ്പാൽ റെഡി ആയിട്ടുണ്ട്. അതും ഇതും കൂടിയിട്ട് കഴിക്കാനുണ്ടല്ലോ, നമ്മുടെ വായിൽ ഇങ്ങനെ അലിഞ്ഞു പോവും. ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ഭയങ്കര രസമാണ്. എല്ലാവരും കഴിച്ചു. ഉണ്ണികളും ചേട്ടനും ഞാനും എല്ലാവരും കഴിച്ചു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നല്ല ഇഞ്ചി കൊണ്ട് ഒരു പാൽ ചായയും വെച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നും വീക്കെൻഡ് അങ്ങനെയാണല്ലോ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് എവിടേക്കെങ്കിലേക്കും പോകാൻ തോന്നും. വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ നമ്മളിന്ന് എവിടേക്കെങ്കിലേക്കും പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അൽക്കേൽ ഗേറ്റിലേക്കാണ് വന്നത്. വേറെ ഒന്നല്ല, ചേട്ടന് ഇവിടെ നല്ല പന്നിയിറച്ചി കിട്ടും കേട്ടോ. അപ്പോൾ അതും വാങ്ങണം. പിന്നെ വീട്ടിലേക്കുള്ള വീക്കെൻഡ് പർച്ചേസ് ഉണ്ടല്ലോ, അതിക്കും വാങ്ങിച്ചിട്ട് നമ്മൾ വന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ ബിരിയാണി ഉണ്ടാക്കാം എന്ന് നമ്മുടെ ചേട്ടൻ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, ബിരിയാണി ഉണ്ടാക്കേണ്ട സാധനങ്ങൾ റെഡിയാക്കാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ നല്ല മത്തി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മത്തി അമ്മ നന്നാക്കി അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കറിയും വെക്കണം, വറക്കാനും വെക്കണം കേട്ടോ. ബിരിയാണിക്കുള്ള മസാലയൊക്കെ ഞാൻ അരച്ചെടുത്തു. കുഞ്ഞിപ്പാറും കുഞ്ഞാറ്റും ടി വിക്കും കണ്ട് ഫ്രൂട്ട്സിക്കും കഴിച്ചിരിക്കുകയാണ് കേട്ടോ. അവർക്ക് വെക്കേഷൻ ആയല്ലോ. ഒന്നാമത് നമ്മുടെ വില്ലയിലുള്ള ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് 1-2 ഫാമിലീസൊക്കെ നമ്മുടെ നാട്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അധികം അവർ പുറത്ത് പോയി അധികം കളിക്കൽ വൈകിട്ട് മാത്രമാണ്. അപ്പോൾ അതിന് നേരം സിനിമ കണ്ടിരിക്കും. പിന്നെ നമ്മൾ ഇന്നലെ വെച്ചിരുന്ന ബീഫുണ്ട്. പിന്നെ ഇപ്പോൾ വാങ്ങിച്ചു വന്ന പന്നീരിറച്ചി കുറച്ച് മാത്രം ചേട്ടൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ ബിരിയാണി പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. നല്ല ബിരിയാണി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്ര നാളും വെച്ച ബിരിയാണി ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി എനിക്ക് ഇന്നലത്തെ ആയിരുന്നു കേട്ടോ. കാരണം അല്ലെങ്കിൽ ഞാൻ ബിരിയാണി വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒട്ടി പിടിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ കുക്കർ ബിരിയാണിയാണ് വെച്ചത്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒട്ടിയൊന്നും പിടിക്കാണ്ടെങ്കിൽ നല്ല ബിരിയാണി കിട്ടിയിട്ട്. അല്ലെങ്കിൽ എന്നും ബിരിയാണി വെക്കുമ്പോൾ ചേട്ടൻ പറയും, അയ്യോ ഇതെന്തായാലും ഒട്ടി പിടിച്ചില്ല, അല്ലെങ്കിൽ വെവ് കൂടിപ്പോയി, അല്ലെങ്കിൽ വെവ് കുറഞ്ഞു പോയി, അങ്ങനെയൊക്കെയാണ് പറയാറ്. പക്ഷേ ഈ വട്ടം ചേട്ടൻ അപ്രൂവ് ചെയ്തു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ടെടി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു സമാധാനം മതി, എനിക്ക് എന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ് വന്നത് അപ്പോഴാണ് കേട്ടോ. അതൊക്കെയും കഴിഞ്ഞു. അങ്ങനെ ഈ തവണത്തെ വീക്കെൻഡ് ഫുള്ള് നമുക്ക് വീട്ടിൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ഒരു ചിന്ന ഷോപ്പിംഗ് കഴിഞ്ഞു. പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചില്ലറ സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഇന്ന് പന്നിയിറച്ചി നമ്മുടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടന്. പിന്നെ ഫിഷ് കറി ഉണ്ടാക്കി, ബിരിയാണി ഉണ്ടാക്കി, ഒക്കെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി. അങ്ങനെ ഇന്നത്തെ വീക്കെൻഡ് കഴിഞ്ഞിട്ട് വീക്കെൻഡ് ഫുഡിക്കും കഴിച്ച് കുറച്ച് നേരം നമ്മൾ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, അതായത്
സ്വതവേ ഉള്ള പരിപാടി. കട്ടിലെടുത്ത് ഇപ്പുറത്തേക്ക് ഇടാം, മേശ എടുത്ത് ഇപ്പുറത്തേക്ക് ഇടാം, ടി വി റൂം എടുത്ത് ഇപ്പുറത്തേക്ക്, അങ്ങനെ ഒരു ചേഞ്ച് ഒരു ആഗ്രഹിക്കാത്ത ആരുള്ളതല്ലേ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റൂമിലത്തെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ മാറ്റിയിട്ടിട്ട് ആ ഒരു പുതിയൊരു ഫ്രഷ്നെസ് എനിക്ക് അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇന്ന് വീണ്ടും രാത്രി തന്നെ റൂമിലേക്ക് ക്ലീനാക്കി. അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും പിള്ളേരും ഉണ്ണികളും കൂടിയിട്ട് ഒന്ന് പാർക്ക് വരെ പോയി. പാർക്കിൽ ഞങ്ങൾ കുറച്ച് നേരം നടന്ന്, നമ്മുടെ അത്ര അടുത്തൊന്നല്ല പാർക്ക്, പക്ഷേ ഇത്തിരി ദൂരം നടക്കാറുണ്ട് കേട്ടോ. ഞാനും അമ്മയും പിള്ളേരും രണ്ടും കൽപ്പിച്ച് ഇത്തിരി നേരം നടക്കാമെന്ന് വിചാരിച്ചിട്ട്, റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നടന്ന് അവിടെ നമുക്ക് എക്സസൈസ് ചെയ്യാനൊക്കെയുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് വെറുതെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മ ഉണ്ണികളിലേക്കും കയറി എക്സസൈസൊക്കെയും ചെയ്തുകൊണ്ട് നട. അധികം ആൾക്കാരുണ്ടായിരുന്നില്ല കേട്ടോ. ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു, പക്ഷേ ആൾക്കാരില്ലാത്തത് കൊണ്ട് അങ്ങനെയൊക്കെയും ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്ര ദൂരം പോകുമ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിൽ അങ്ങോട്ട് നടന്നു പോയി. തിരിച്ചിങ്ങോട്ട് വരാൻ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അപ്പോൾ ചേട്ടനെ വിളിച്ചു. പിന്നെ ചേട്ടൻ കാറ് കൊണ്ടുവന്ന് നമ്മളെ തിരിച്ച് റൂമിലേക്ക് ആക്കിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീക്കെൻഡ് വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ്. താങ്ക് യു.